നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഞ്ഞു എന്ന ആൾക്കൂട്ടത്തിലെ നേതാവിന്, ജനഹൃദയത്തിലെ നേതാവിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് 1 വയസ്സാണ്. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. പ്രിയ നേതാവ് കൂടെയില്ല എന്ന ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ കൂടിയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ വലിയ വിടവ് ഇന്നും കോൺഗ്രസിന് നികത്താനും സാധിച്ചിട്ടില്ല. വേർപാടിന്റെ മുറിവിൽ നോവായി നിൽക്കുന്ന ഓർമ്മ തന്നെയാണ് എന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിന്റെ കൈത്താങ് കൂടിയാണ് OC. ഹൃദയം കൊണ്ട് ബന്ധിപ്പിക്കാൻ പോലും കഴിയാത്തതിനപ്പുറത്തേക്ക് അദ്ദേഹം സ്നേഹം കൊണ്ടും ഹൃദയം കൊണ്ടും അദ്ദേഹം എല്ലാ വ്യക്തികളെയും, രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒന്നിപ്പിക്കുവാനും OC എന്ന ആ വലിയ നേതാവിനെ ഹൃദയം കൊണ്ടെല്ലാവരും സ്വീകരിക്കുവാനും ഇടയാക്കിയ ദിവസങ്ങളായിരുന്നു. എന്തായാലും അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. പകരം വയ്ക്കാൻ ആരുമില്ലാത്ത, പകരം ഒരാളില്ല എന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വെക്കുന്ന ആ വലിയ വിടവ്. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവ് കൂടിയാണ്. ജനസമ്പർക്കം കൊണ്ട് തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യുകയില്ല, ജനങ്ങളുടെ മുന്നിൽ തെറ്റ് ചെയ്യുകയില്ല. ആൾക്കൂട്ടം ഇല്ലാത്തൊരു ഉമ്മൻചാണ്ടിയെ ആരും കണ്ടിട്ടുമില്ല. കയ്യകലത്ത് നിന്ന് കാര്യം കാണാം, ചെവിക്കരികത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും പറയാം. കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമായിരുന്നു ജൂലൈ 18. നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതിവെച്ചു: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന്. എന്തായാലും അതേ നീതിമാന്റെ ഓർമ്മയിൽ ഇന്നും കേരള ജനത ഉണ്ട്. അതേ ആവേശത്തിൽ, അതേ വീര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് എല്ലാവരും. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിലും ഇന്ന് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പുതുപ്പള്ളി ഹൗസിൽ അല്ലെങ്കിൽ പുതുപ്പള്ളി ഹൗസ് ഒരിക്കൽ പോലും അടഞ്ഞു കിടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മൃതശരീരവുമായി വിലാപയാത്രയായി കോട്ടയത്തേക്ക്, പുതുപ്പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രമായിരുന്നു അന്ന് ആദ്യമായി ആ വീട് അടഞ്ഞു കിടന്നത്. എന്തായാലും അതൊക്കെ തന്നെ വലിയ ഓർമ്മകളായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് ഈ ഒരാണ്ട് തികയുന്ന ഈ ഘട്ടത്തിൽ ഒരാഴ്ചത്തെ അനുശോചന ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി KPCCയിലടക്കം രാവിലെ തന്നെ 10 മണിയോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും വെച്ച് ചടങ്ങുകളുണ്ട്. ഓർമ്മദിനങ്ങൾ, അദ്ദേഹത്തിന്റെ ചരമവാർഷികം, ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 18 ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് പാലോട് രവി പറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹ സ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതയുള്ള 10 വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം നൽകുന്നതാണ് പരിപാടി. എന്തായാലും അതിനൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഇത്തരം പരിപാടികളോട് ഏറെ സന്തോഷമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.